മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും കരുണയും എല്ലാവരും ഭയന്നിരുന്ന ആ ഒരു കാര്യം സംഭവിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വേറൊന്നുമല്ല, പ്രതാപൻ കണ്ണനെ കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഇതുവരെ കാണാൻ പോകാത്തത് കൊണ്ട് തന്നെ ഈ മഹാലക്ഷ്മിയുടെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയുടെ കണ്ണും വെട്ടിച്ച് കാർ എടുത്തുകൊണ്ട് കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കൂടി സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെളിവാകാനാണ് സാധ്യത. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയെ ഒരുക്കിക്കൊണ്ട് മഞ്ജുവും ലേഹ്യം വന്നിട്ട് താഴെ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷം എല്ലാവരും മധുരം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തുർക്കിയോ കരുണിയോ മധുരം കൊടുക്കാനൊന്നും വരുന്നില്ല. അത് മഹാലക്ഷ്മിക്കും വലിയ ആശ്വാസമായിട്ട് തന്നെയാണ് തോന്നണത്. അങ്ങനെ ലേഖ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മഞ്ജു നിന്റെ അമ്മയും കരുണിയൊന്നും മധുരം കൊടുക്കാൻ വന്നില്ലല്ലോ എന്ന് പറയുമ്പം അത് ഏതായാലും നന്നായി എടുത്തി അവർ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മധുരം കൊടുക്കണതിൻ്റെ കൂടെ എടുത്തേക്ക് വിഷം കൊടുക്കാനും അവർ മടിക്കൂലാന്ന്. അങ്ങനെ നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഈ മഹാലക്ഷ്മിക്ക് മധുരം കൊടുത്തിട്ട് കവിളിൽ മുത്തിയിട്ട് പറയുന്നുണ്ട്, മോളെ ആരോഗ്യം ഉള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കണം, എനിക്കിപ്പോഴേ സന്തോഷമായി എന്നൊക്കെ പറയുമ്പോഴും ഈ മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒരു ഭയമുണ്ട്, ഇനി ഈ സമയത്ത് കരുണയുടെ അച്ഛനെങ്ങാനും ഇങ്ങോട്ട് വരുമെന്നുള്ള. ഇതേ നേരം നമ്മളുടെ പ്രതാപനാണെങ്കിൽ റൂമിലിരിക്കുന്ന സമയത്ത് മോഹിനി എന്തെന്ന് ചോദിച്ചതും പ്രതാപൻ്റെ അമ്മ അറിയാതെ തന്നെ പറയാണ്, ഇന്ന് ആ മഹാലക്ഷ്മിയുടെ 7-ാം മാസത്തെ ചടങ്ങല്ലേ, അത് കൂടാനായിട്ട് മോഹിനി പോയി. അപ്പോൾ കരുണയില്ലാത്ത കരുണയും പോയെന്ന് ചോദിക്കുമ്പം ആ കരുണമോളും പോയി. എന്താണ് പ്രതാപമെന്ന് ചോദിക്കുമ്പം എന്നിട്ട് അമ്മ പോകാത്ത എന്താണെന്ന് ചോദിക്കുമ്പം നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് പോണേ, അതുകൊണ്ടാണ് ഞാൻ പോകാത്ത, അല്ലെങ്കിൽ അമ്മ പോകുമായിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്ക് അവളുടെ ചടങ്ങ് കാണാനൊന്നും ആഗ്രഹമൊന്നുമില്ല, പിന്നെ എല്ലാവരും കൂടണോർത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ പോണേ എങ്ങനെയാണ്, അതുകൊണ്ടാണ് പോവാത്ത, അവളുടെ ചടങ്ങ് നടന്നാലും നടന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ എന്താ അങ്ങനെ പറയണേ, ലക്ഷ്മി മോള് നമ്മളുടെ മോളല്ലേ, അവൾ ഇവിടെ വളർന്ന കുട്ടിയല്ലേ, അത് മാത്രമല്ല 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് ലക്ഷ്മി മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എനിക്ക് ഇവിടെ നിർത്തി എൻ്റെ മോളെ സംരക്ഷിക്കണം. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പ്രതാപ പറയണത്, നമ്മളുടെ കരുണമോളെയല്ലേ നമ്മളിവിടെ കൊണ്ടു നിർത്തേണ്ടത്, അല്ലാതെ ലക്ഷ്മീനെ എന്തിനാണ് നമ്മളിവിടെ കൊണ്ടു നിർത്തണേ, അവളെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പം ഇല്ല അമ്മേ, ഇനി അങ്ങനെ എൻ്റെ മോളെ വിടാനൊന്നും ഞാൻ സമ്മതിക്കൂല, നിങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ അന്ന് തന്നെ എൻ്റെ അമ്മായിമ്മേനെ വിഷം കൊടുത്ത് കൊന്നത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഞെട്ടി പോകുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് വിഷം കൊടുത്ത കാര്യമാണ് ഈ പ്രതാപൻ ഇപ്പം പറയണത്. ഇത് എല്ലാം എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ, ഞാനും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്ത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കണ്ടോ പ്രതാപ, ഇല്ലെങ്കിൽ നിന്റെ വായിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കൂട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് വാ, നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ വരുമ്പോൾ എൻ്റെ കൈ എന്നെ മാങ്ങ പറിക്കാൻ പോയേക്കുവാണെന്നൊക്കെ ചോദിച്ച് ദേഷ്യം പറഞ്ഞ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കട പ്രതാപ, നീ ഈ കഴിഞ്ഞു പോയതൊക്കെ എന്തിനാ വിളിച്ച് പറയണേന്ന് പറയുമ്പോൾ കണ്ണൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനമായി, എന്തായാലും ഇന്ന് എനിക്ക് ആ ചടങ്ങിന് പോകണമെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പ്രതാപൻ പറയണേ, നീ സുഖമില്ലാണ്ടിരിക്കുമ്പം ആ ചടങ്ങിന് പോയാൽ എങ്ങനെയാണ് ശരിയാവണേന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ല അമ്മേ, എനിക്ക് എന്താ കുഴപ്പം, നടക്കണേനൊന്നും ഒരു പ്രശ്നമില്ല, പിന്നെ കാർ ഓടിച്ച് എനിക്ക് പോകാമല്ലോ എന്ന് പറയുമ്പം ഇല്ല, നിന്നെ ഞാൻ ഇവിടുന്ന് വിടൂല, നീ ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറയണം. അങ്ങനെ പ്രതാപൻ എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. പ്രതാപൻ റൂമിലേക്ക് പോയതും ഈ പ്രതാപൻ്റെ അമ്മ ചെന്ന് നോക്കുമ്പം പ്രതാപൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കണം കണ്ടുകൊണ്ട് അവർ സമാധാനത്തോടുകൂടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി അവൻ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, അവൻ പോകാനൊന്നും തുടങ്ങൂലായിരിക്കും, എന്തായാലും കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് പ്രതാപൻ്റെ അമ്മ റൂമിൽ പോയി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാറ് സ്റ്റാർട്ട് ചെയ്യണ ഒച്ച കേൾക്കുന്നുണ്ട്. ഇത് ആരായിരിക്കും ഇപ്പോൾ വന്നത് കാറിലെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മ ഓടി വന്ന് നോക്കുമ്പം ഈ പ്രതാപനാണെങ്കിൽ പ്രതാപൻ്റെ കാറ് കൊടുത്തോണ്ട് പോണതാണ് കാണുന്നത്. അത് കണ്ടതും പ്രതാപൻ്റെ അമ്മയുടെ പ്രതാപ നീ പോവല്ലേടാ നീ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ച് ഓടി വന്ന സമയത്ത് ഞാൻ കമലേശ്വരത്തേക്ക് പോവുക, എനിക്ക് ലക്ഷ്മി മോളുടെ 7-ാം മാസത്തെ ചടങ്ങിൽ പങ്കെടുക്കണം, അത് മാത്രമല്ല എനിക്ക് കണ്ണനെ കണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ടെന്നും പറഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞു പോകുമ്പം ഈ പ്രതാപൻ്റെ അമ്മ ഓടി ചെല്ലുന്നുണ്ട്, പോലെടാ വണ്ടി നിർത്തുമെന്നും പറഞ്ഞ്. പക്ഷെ പ്രതാപനാണ് ഈ വണ്ടി നിർത്താണ്ട് ഓടിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ ഇനി എന്ത് ചെയ്യും ഭഗവാനെ, അവനിപ്പോൾ നേരെ കമലേശ്വരത്തേക്ക് ചെല്ലൂലോ, അവിടെ ചെന്ന് സത്യങ്ങളെല്ലാം ഉണ്ണിയും ദുർഗയും കണ്ണനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും, അത് മാത്രമാണോ പ്രതാപൻ ജയിലിലും പോകേണ്ടി വരും, എന്തായാലും ഇപ്പോൾ ആ വാമദേവനെ ഒന്ന് വിളിച്ച് പറയാം, അവനാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഫോണെടുത്ത് വാമദേവനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഇങ്ങനെ ഭയന്ന് തന്നെയാണ് നിൽക്കുന്നത്, അത് വേറൊന്നുമല്ല പ്രതാപനെങ്ങാനും ഈ ചടങ്ങിൻ്റെ ഇടയ്ക്കും കൂടി കയറി വന്നെങ്കിലോ എന്നുള്ള പേടി വാമദേവന് നല്ലോണം ഉണ്ട്. അങ്ങനെ വാമദേവൻ പേടിച്ചിരിക്കുന്ന സമയത്താണ് ഈ
പ്രതാപൻ്റെ അമ്മയുടെ കോള് വാമദേവൻ്റെ ഫോണിലേക്ക് വരുന്നത്. ഫോണെടുത്ത് നോക്കിയതും പ്രതാപൻ്റെ അമ്മയാണല്ലോ എന്നും പറഞ്ഞ് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എടാ വാമദേവ പ്രതാപൻ ഇവിടുന്ന് കാറ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുമ്പോൾ വേറെ എങ്ങോട്ട് പോകാനാ കമലേശ്വരത്തേക്ക് തന്നെ വന്നേക്കണേ, ലക്ഷ്മീനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും പറഞ്ഞ് അവൻ രാവിലെ മുതൽ ബഹളായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് നോക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെ തടഞ്ഞിവിടെ നിർത്തിയതാ, റൂമിൽ കിടക്കണ കണ്ടുകൊണ്ട് ഞാനൊന്ന് നടു നിവർക്കാനായിട്ട് പോയതാടാ, അപ്പോഴേ അവനിവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ ഇനി എന്ത് ചെയ്യും, എന്തായാലും അവിടെ വരുമ്പോഴേക്കും നീ പിടിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. അങ്ങനെ വാമദേവനാണെങ്കിൽ ഈ പ്രതാപം വരാനുള്ളത് നോക്കി മുൻവശത്ത് തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയുടെ ഉള്ളിലാണെങ്കിൽ ആകെ ഒരു ടെൻഷനും വിഷമമായിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ നിൽക്കുമ്പം ഈ ദുർഗ കരഞ്ഞോട് പറയുന്നുണ്ട്, ഇത്രയും വലിയ ചടങ്ങൊക്കെ നടന്നിട്ടും അവളുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്തോ ഒരു പേടി പോലെയാണല്ലോ അവളുടെ മുഖം ഇരിക്കണേന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, അതൊന്നും ഇല്ല അമ്മേ, അതൊക്കെ അമ്മയ്ക്ക് തോന്നണേയിരിക്കുന്നു. പക്ഷെ കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി അച്ഛനെങ്ങാനും ഈ ചടങ്ങിനിടയിലേക്കും കൂടി കയറി വന്നെങ്കിലോ എന്നോർത്തുള്ള പേടി അവളുടെ മുഖത്ത്. എന്തായാലും ഈ സമയത്ത് അച്ഛൻ വരാതിരുന്നാൽ മതിയായിരുന്നു. അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാനും പൊളിയും, സത്യങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന അമ്മ വരെയും എന്നെ വെറുക്കും. അതിനൊരു അവസരം ഉണ്ടാക്കാതെ അച്ഛൻ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. ആ സമയത്താണ് കരുണയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും മുത്തശ്ശിയാന്ന് കണ്ടിട്ട് കരുണ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ എന്താ മുത്തശ്ശി എന്താ വിളിച്ച, അച്ഛൻ അവിടെ ഇല്ലേന്ന് നോക്കുമ്പം ഇല്ല മോളെ പ്രതാപൻ കാറും എടുത്തോണ്ട് അങ്ങോട്ട് പോന്നിട്ടുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി, മുത്തശ്ശി എന്ത് പണിയാ കാണിച്ചേ, മുത്തശ്ശി എന്തിനാ അച്ഛനെ നോക്കാതിരുന്ന, എന്തിനാ വിട്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിട്ടതല്ല മോളെ, അവൻ മുറിയിൽ കിടക്കണ കണ്ടുകൊണ്ട് ഞാൻ പോയതാ, പിന്നെ നോക്കുമ്പോൾ അവൻ കാർ എടുത്തോണ്ട് പോണേ കണ്ടേ, ഞാൻ പുറകെ ഓടി ചെന്നിട്ടും അവൻ കാറ് നിർത്താണ്ട് പോയി മോളെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പം അച്ഛൻ ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ പോന്നേക്കണം, ഞാൻ ആ വാമദേവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ കാലനാണോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി വിളിച്ച് പറഞ്ഞത് നന്നായി, അമ്മാവനായിരിക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോയ, അച്ഛൻ വരികയാണെങ്കിൽ വെളിയിൽ വെച്ച് തന്നെ അച്ഛനെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോകണമെന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വാമദേവനോട് പറയുന്നുണ്ട്, അമ്മാവനെ മുത്തശ്ശി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അച്ഛനും കൂടി പുറപ്പെട്ടിട്ടുണ്ട്, അമ്മാവൻ ഇവിടെ തന്നെ നിൽക്കണം, അച്ഛൻ്റെ വണ്ടി ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ചെന്ന് അച്ഛനെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകണം. അന്നേരം വാമദേവൻ പറയുന്നുണ്ട് ഞാൻ അതിനു വേണ്ടി തന്നെ മോളെ ഇവിടെ നിൽക്കണം, ഇതിപ്പോൾ ജീവനോടെ മരിക്കണതിന് തൃപ്തിയായിട്ടുണ്ട് നിൻ്റെ അച്ഛൻ്റെ കാര്യം എന്ന് പറയുമ്പം അതിന് കാരണക്കാരൻ നിങ്ങളല്ലേ, അപ്പം നിങ്ങൾ തന്നെ വേണം ടെൻഷൻ അടിക്കാൻ, ഞങ്ങൾക്കിത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് കരുണ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോട് ചെന്ന് പറയുന്നുണ്ട് അമ്മേ ഒരു പ്രശ്നമുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. അത് കേട്ടതും മോഹിനി പറയുന്നുണ്ട് അതെങ്ങനെയാ മോളെ, മുത്തശ്ശി ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പം മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച അച്ഛനും കൂടെ പോന്നേക്കണെന്ന്. ഈ വിവരമാണെങ്കിൽ മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മോളെ പ്രതാപേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞിരുന്നത്. അത് കേട്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്, ഇനി ഇവിടെ വന്നാൽ ആകെ പ്രശ്നമാവില്ല അമ്മേ, ഇനി അതെങ്ങനെ തടയാൻ പറ്റും, അപ്പം മുത്തശ്ശി കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല മോളെ, ഇപ്പോൾ കരുണമോളെ പറഞ്ഞ എന്തായാലും മുത്തശ്ശി ആ വാമനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞ, അതാണ് അമ്മാവൻ പുറത്തേക്ക് ഇറങ്ങി പോയെന്ന് ചോദിക്കുമ്പം അതെ, അതിന് അച്ഛനും ഇങ്ങോട്ട് വരുന്നതും അമ്മാവനും തമ്മിൽ എന്താ ബന്ധം, അമ്മാവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഇനി ഈ കണ്ണൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൽ ഇയാൾക്കും പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് ഈ മോഹിനി പറയുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ മുന്നിൽ എന്ത് പറഞ്ഞ് നിൽക്കും അമ്മേ, ഇത്രയും നാളും ആ സത്യം ഞാൻ മറച്ചു വെച്ചതല്ലേ, അന്നേ അത് കണ്ണേട്ടനോട് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ ഇപ്പം ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, എല്ലാ സത്യങ്ങളും അറിയാനും ഒരു സമയം ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ എല്ലാം ഭഗവാന്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എത്ര നേരമായി കാർ ഓടിക്കുന്നു, ഇതെന്താ പെട്ടെന്ന് എത്താത്ത, എത്രയും പെട്ടെന്ന് എനിക്ക് ലക്ഷ്മി മോളുടെ അടുത്ത് എത്തണം, അവളുടെ ചടങ്ങിൽ പങ്കെടുക്കണം, അതുമാത്രമല്ല കണ്ണനെ കണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി വിശദമായിട്ട് ഞാൻ തന്നെ കണ്ണനോട് പറയണം, അതുമാത്രമല്ല എനിക്ക് കൊട്ടേഷൻ തന്നത് വാമദേവനാണെന്നും പറയണം, എന്നാലേ ആ വാമദേവനെ അവൻ ജയിലിലേക്ക് പറഞ്ഞു വിടുള്ളൂ, എത്രയും പെട്ടെന്ന് എനിക്ക് ലക്ഷ്മി മോളുടെ അടുത്ത് എത്താൻ തിടുക്കായി എന്നും പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വണ്ടിക്കാരൊക്കെ എന്താ വെളിവില്ലാണ്ടാണ് വണ്ടി ഓടിക്കണേന്നും പറഞ്ഞ് ഈ പ്രതാപനാണെങ്കിൽ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. ഈ നേരത്ത് വാമദേവനാണെങ്കിൽ ആകെ ടെൻഷനോടുകൂടി ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഈ പ്രതാപം വന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ഇതുവരെ കാണില്ലല്ലോ, ഇനി അവൻ വേറെ എങ്ങോട്ടെങ്കിലും പോയി കാണോ തലക്ക് വെളിവില്ലാതെ എന്നൊക്കെ ഓർത്തിരുന്നിട്ട് ഫോണെടുത്ത് പ്രതാപൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട്. പ്രതാപൻ്റെ അമ്മ ഫോൺ എടുത്തതും എന്താടാ അമ്മ അവനവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ ഇതുവരെ അവനിവിടെ എത്തിയിട്ടില്ല, ഇനി അവൻ വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും പോയെന്ന് ചോദിക്കുമ്പം ഇല്ലടാ മാമ
അവൻ വേറെ എങ്ങോട്ടും എല്ലാം പോയേക്കണം, അവൻ വന്നേക്കണ കമലേശ്വരത്തേക്ക് തന്നെയാണ്. എന്തായാലും അവനും നമ്മൾ വന്ന് സത്യങ്ങളൊക്കെ പറയുമെന്നും പറഞ്ഞ് പോന്നേക്കണെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളോട് അവനെ ഏതെങ്കിലും മെൻ്റൽ ആസ്പത്രിയിൽ കൊണ്ടുപോയി അടയ്ക്കാമെന്ന്. അങ്ങനെയാണെന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ മാതിരി ടെൻഷൻ അടിക്കണമെന്ന് പറയുമ്പം നീ കുറച്ച് ടെൻഷൻ അടിക്കണം മാമ, നീയല്ലേ എൻ്റെ പ്രതാപനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്, നിൻ്റെ സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ നീയല്ലടെ കൊട്ടേഷൻ കൊടുത്തത്, അങ്ങനെയുള്ള നിൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ദുർഗ ഉണ്ണിയൊക്കെ അറിയട്ടെ. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, എന്നെക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ മക്കൾക്ക് തന്നെയാണ്. എന്തായാലും കരുണയുടെ ജീവിതം തകരുമെന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ ആ പ്രതാപം വണ്ടി ഒന്ന് നോക്ക്, വന്നാൽ അപ്പം തന്നെ അവനെ ആ വണ്ടിയിൽ തിരിച്ച് കയറ്റി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ പ്രതാപൻ്റെ വണ്ടി വരുന്നുണ്ട്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, പ്രതാപം വന്നമ്മേ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും പ്രതാപം കാറ് നിർത്തി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി വരുന്നുണ്ട്. ആ സമയം വാമദേവനാണെങ്കിൽ പ്രതാപം നിൽക്കടാന്ന് പറയുമ്പം താനൊന്ന് പോടോ, ഞാൻ എൻ്റെ കണ്ണമോനെയും മഹാലക്ഷ്മീനെയും കാണാൻ വന്നതാണെന്നും പറഞ്ഞ് ഇവിടെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് കണ്ണനെ കണ്ടിട്ട്, മോനെ കണ്ണാ ഞാനാടാ അത് ചെയ്തതെന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ഇയാളെന്താ ഇങ്ങനെ പറയണേ, എന്ത് ചെയ്തു എന്നാ പറയണേന്ന് ഇങ്ങനെ ചോദിച്ചതും ഈ വാമദേവൻ വന്ന് വേഗം തന്നെ ഈ പ്രതാപൻ്റെ മുഖം പൊത്തിക്കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം കണ്ണൻ ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മാവൻ എന്തിനാ അയാളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണേ, അയാളെ ഇങ്ങോട്ട് വിടുക, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറയട്ടെ, എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പം ഇല്ല മോനെ, ഇവനക്ക് തലയ്ക്ക് വെളിവില്ലാണ്ട് ഇവനെ ഓരോന്ന് വിളിച്ച് പറയണേ എന്നും പറഞ്ഞ് വാമദേവനാണെങ്കിൽ പ്രതാപനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പം കണ്ണൻ ദേഷ്യത്തോടു കൂടി വാമദേവനോട് പറയുന്നുണ്ട്, അമ്മാവനോടല്ലേ ഞാൻ പറഞ്ഞത് അയാളെ വിടാൻ, ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആര് വേണമെന്ന് ഞാനാ തീരുമാനിക്കണം, അമ്മാവനിപ്പോൾ അയാളെയും കൂടി വിട്ടേന്ന് പറയണു. അത് കേട്ടതും മഹാലക്ഷ്മി മോഹിനിയും കരുണയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.